അങ്ങനെ അടുപ്പിച്ച് 3 കളി തോറ്റിരിക്കുന്നു. 6 തുടർച്ച വിജയങ്ങൾക്കും ഒരു സമനിലയ്ക്ക് ശേഷം പഞ്ചാബിന്റെ കഥന കഥ തുടരുകയാണ്. 3 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റ് ഇപ്പോൾ അണ്ടർ പ്രഷറിലേക്ക് പോയിരിക്കുകയാണ് പഞ്ചാബ് സുഹൃത്തുക്കളെ. അണ്ടർ പ്രഷർ. ഇനിയുള്ള 4 കളിയിൽ 2 കളിയെങ്കിലും വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ പഞ്ചാബിന് കഴിയൂ. മറ്റു ടീമുകളും ഔട്ട് ഫോമിലായതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ലെന്ന് വിചാരിക്കാം എന്ന് ഒരു പഞ്ചാബ് അതിന്റെ രോദനമാണ് സുഹൃത്തുക്കളെ, രോദനമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് പഞ്ചാബും എസ് ആർ നടന്ന കളിയിൽ ഈ എസ് ആർ വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എസ് ആർ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹൈദരാബാദ് ഒരു സൂപ്പർ കളി കളിച്ചു. പാറ്റ് ഒന്നും പറയാല്ല. ആ മനുഷ്യന്റെ ക്യാപ്റ്റൻസി, ആ മനുഷ്യന്റെ ബോളിംഗ്, ആ മനുഷ്യന്റെ ഫീൽഡിംഗ് സെറ്റിംഗ്സ് എല്ലാം പൊളിയായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻസിയും വലിയ മോശം ഉണ്ടായിരുന്നില്ല. ഫീൽഡിങ്ങിൽ മാത്രം വളരെ പരാജയമായിരുന്നു. ഫീൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചാബ് ആരാധനാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. പക്ഷേ റിക്കി ബോണ്ടിങ് സ്ട്രാറ്റജിക് ടൈം ഔട്ടിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൈക്ക് വെച്ച് അടിക്കാൻ തോന്നുന്നു. റിക്കി ബോണ്ടിങ്ങിന്റെ വാക്കാണ്, മൈക്ക് വെച്ച് അടിക്കുന്നുണ്ട്. സ്വന്തം ഫീൽഡേഴ്സ്, സ്വന്തം ടീമിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്. ഒരു കോച്ച് അങ്ങനെ പറയത്തില്ല. ഒരു പഞ്ചാബ് ആരാധന എന്ന നിലയിൽ ഞാനും പറയുന്നു, പഞ്ചാബിന്റെ കളി അവസാനം 3 ഫീൽഡിങ്ങിൽ അപ്പേ പരാജയമാണ്. ബോളിംഗ് ഇല്ല. ഇതും മെയിൻറ്റെയിൻ ചെയ്യാതെ പഴയ ഫോമിലേക്ക് വരാതെ പഞ്ചാബ് പ്ലേ ഓഫിൽ കയറാൻ യാതൊരു സാധ്യതയില്ല. കപ്പടിക്കാനും ഈ ടീമിനെ കൊണ്ട് പറ്റില്ല. സോ ഫീൽഡിംഗ്, ബോളിംഗ് ഇത് രണ്ടും ശക്തമാക്കാൻ മാത്രമേ കാര്യമുള്ളൂ. ഇനി അടുത്ത മത്സരത്തിൽ തിരിച്ചു വരാമെന്നല്ല, വരൂ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അടുത്ത കളി, അടുത്ത റിവ്യൂ ആയി വരുന്നവരെയും എല്ലാവർക്കും സുലാം. ബൈ.